കേരളത്തിൽ ഇപ്പോൾ പണിക്കാരെ കിട്ടാനില്ലാത്ത അവസ്ഥയാണ്. അതായത് അതിഥി തൊഴിലാളികൾ നാട്ടിൽ പോയി, ഇനി അവർ വരാത്തത് കൊണ്ട് പല ജോലികളും ചെയ്യാൻ ആളില്ല. നമ്മുടെ നാട്ടിലുള്ള മലയാളികളായിട്ടുള്ള ചെറുപ്പക്കാർ അവർ ജോലിയെടുക്കാൻ തയ്യാറല്ല. അതിൻ്റെ ഏറ്റവും വലിയൊരു ഉദാഹരണമാണ് 2 ദിവസം മുമ്പ് തിരുവനന്തപുരത്ത് നമ്മുടെ മുൻ മുഖ്യമന്ത്രിയുടെ വീട്ടിൽ ഒരു ED റെയ്ഡ് വന്നപ്പോൾ 1-2 മണിക്കൂർ കൊണ്ട് 300ഓളം ആളുകൾ അവിടെ തടിച്ചുകൂടി. ഏതെങ്കിലും നല്ല ജോലിയുള്ള ആളുകളാണെങ്കിൽ അവർക്ക് അങ്ങനെ വരാൻ പറ്റത്തില്ല. ഒരു കോൺക്രീറ്റ് പണിക്ക് പോയ ഒരാളോ, അല്ലെങ്കിൽ ഒരു പറമ്പിൽ പണിക്ക് പോയ ഒരാളോ, അല്ലെങ്കിൽ പെട്രോൾ പമ്പിൽ പെട്രോൾ അടിക്കാൻ പോയ ആളോ, അങ്ങനെ നമ്മുടെ നാട്ടിലുള്ള ഏതെങ്കിലും പണി ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാൾക്കാണെങ്കിൽ അത്രയും പെട്ടെന്ന് അവിടെ സംഘടിക്കാൻ പറ്റുകയില്ല. അപ്പോൾ ഒരു തൊഴിലും എടുക്കാതെ സമയം കളയുന്ന ധാരാളം ചെറുപ്പക്കാർ നമ്മുടെ നാട്ടിലുണ്ട്. അവരെ പ്രോത്സാഹിപ്പിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളും നമ്മുടെ നാട്ടിലുണ്ട്. ഇത് നമ്മുടെ നാടിൻ്റെ ഒരു ശാപമാണ്. കേരളത്തിൽ ഏതാണ്ട് 10-30% ആളുകൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ജീവിക്കുന്നുണ്ട്. 60 ലക്ഷത്തോളം ആളുകൾ പ്രധാനമന്ത്രി അന്ന കല്യാൺ യോജന, പാവങ്ങൾക്ക് റേഷൻ അരിയും മറ്റു സാധനങ്ങളും കിട്ടുന്ന ഒരു സ്കീമാണ്. 60 ലക്ഷം ആളുകൾ കേരളത്തിൽ അത് മേടിക്കുന്നുണ്ട് എന്നാണ് കേന്ദ്ര സർക്കാരിൻ്റെ കണക്ക്. പല ആളുകളും ദരിദ്രരായിട്ടിരിക്കുന്നത് അവർക്ക് ജോലി ചെയ്ത് കിട്ടുന്ന പൈസ നന്നായിട്ട് വിനിയോഗിക്കാത്തത് കൊണ്ടാണ്. 1000 രൂപയ്ക്ക് പണിയുന്ന ആളുകൾ അവർ പകുതിയോളം മദ്യത്തിന് കളയുന്ന ആളുകളുണ്ട്. ഇനി മദ്യം കഴിക്കാത്ത ആളുകളാണെങ്കിൽ മറ്റ് രീതിയിൽ ഒന്നിൽ കണ്ടമാനം വസ്ത്രങ്ങൾ വാങ്ങി, അല്ലെങ്കിൽ സിനിമയ്ക്ക് പോയി ആവശ്യമില്ലാത്ത കാര്യങ്ങളിലൊക്കെ ധാരാളത്തിലൊക്കെ ചെലവഴിച്ച് ആ പണം ഇല്ലാതാക്കുകയാണ്. എന്നാൽ നമുക്ക് കിട്ടുന്ന ചെറിയ വരുമാനം നമ്മളത് സൂക്ഷിച്ചു വെച്ച് അതിൽ നിന്ന് സ്വത്തുണ്ടാക്കി മുന്നോട്ട് നീങ്ങണമെന്ന് പല ആളുകൾക്കും ചിന്തയില്ല. അതുകൊണ്ടാണ് നമ്മുടെ ഈ ആളുകൾ, വരുമാനമുള്ള ആളുകൾ, 1000 രൂപയ്ക്ക് പണിയുന്നു എന്ന് ഞാൻ പറഞ്ഞു. 1000 രൂപയ്ക്ക് പണിയുന്ന ഒരാൾ, അവർക്ക് കുറച്ച് പണം എന്തായാലും അവർക്ക് സമ്പാദിക്കാൻ പറ്റും. ആ സമ്പാദിക്കുന്ന പണം കൃത്യമായിട്ട് എവിടെയെങ്കിലും നിക്ഷേപിച്ചു കഴിഞ്ഞാൽ അവർക്ക് അത് അവരുടെ സ്വത്തായിട്ട് വളർന്നു വരികയും പ്രായമാകുന്ന സമയത്ത് ആ സ്വത്തിൽ നിന്ന് വരുമാനം, അത് സ്ഥിര നിക്ഷേപമാകാം, അല്ലെങ്കിൽ ഓഹരി മാർക്കറ്റിൽ ഇടുന്നതാകാം, ഏത് തരത്തിലാണെങ്കിലും ഒരു സ്വത്ത് അല്ലെങ്കിൽ നിക്ഷേപം ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജീവിതാവസാനം നമുക്ക് മുന്നോട്ട് പോകാനായിട്ട് പറ്റുള്ളൂ. അല്ലെങ്കിൽ നമ്മൾ ആരെയെങ്കിലും ആശ്രയിക്കേണ്ടി വരും. താഴ്ന്ന വരുമാനക്കാരായിട്ടുള്ള പല ആളുകൾക്കും ആ ഒരു സമ്പാദ്യശീലം കാണുന്നില്ല. അന്നന്ന് കിട്ടുന്ന പണം അന്നന്ന് തീർത്ത് മുന്നോട്ട് പോകുന്ന ഒരു രീതിയാണ്. 2 ദിവസം പണിയില്ലെങ്കിൽ ആരോടെങ്കിലും കടം മേടിക്കണം. പിന്നെ ബ്ലേഡിൽ നിന്ന് കടമെടുത്ത് മുന്നോട്ട് പോകുന്ന ഒരുപാട് ആളുകളുണ്ട്. സ്ഥിരമായിട്ട് വർഷങ്ങളായിട്ട് 10,000-15,000 രൂപ കടമെടുത്ത് വർഷങ്ങളായിട്ട് മുന്നോട്ട് പോകുന്ന ആളുകളെ ഞാൻ കണ്ടിട്ടുണ്ട്. അവരതിൻ്റെ ഒരു ബുദ്ധിമുട്ട് അവരറിയുന്നില്ല, അത് വേണ്ട എന്ന് വെക്കുന്നുമില്ല. അപ്പോൾ അവരധ്വാനിക്കുന്ന പൈസ അങ്ങനെ പോവുകയാണ്. ജീവിതത്തിൽ സാമ്പത്തികമായിട്ട് ഉയർന്നു വരണം എന്നുണ്ടെങ്കിൽ നമുക്ക് കിട്ടുന്ന പണം നമ്മൾ നല്ല നിലയിൽ വിനിയോഗിച്ച് അതിൽ നിന്ന് സ്വത്ത് ഉണ്ടാക്കിയാൽ മാത്രമേ ആ സ്വത്ത് നമുക്ക് ഭാവിയിൽ വരുമാനം ഉണ്ടാക്കി തരുള്ളൂ. ഉദാഹരണത്തിന്, പാവപ്പെട്ട ഒരാൾ അവരുടെ സമ്പാദ്യത്തിൽ നിന്ന് അവർക്ക് 1 ലക്ഷം രൂപ ഒരു വർഷം അല്ലെങ്കിൽ 2 വർഷം കൊണ്ട് സമ്പാദിക്കാൻ പറ്റി എന്ന് വിചാരിക്കുക. ആ 1 ലക്ഷം രൂപ നമ്മൾ സ്ഥിര നിക്ഷേപം ഇട്ടാൽ അതിൽ നിന്ന് നമുക്ക് 7% അല്ലെങ്കിൽ 7.5% പലിശയുണ്ട്. 7,500 രൂപ ഒരു വർഷം പലിശ കിട്ടും. അവർ 2 ദിവസം പണിക്ക് പോയില്ലെങ്കിലും ആ പലിശയിൽ നിന്ന് അവർക്ക് ജീവിക്കാൻ പറ്റും. അപ്പം അതുപോലെയുള്ള, ഞാൻ സ്ഥിര നിക്ഷേപത്തിൻ്റെ ഒരു ഉദാഹരണം പറഞ്ഞു എന്ന് മാത്രം. അതുപോലെ നമുക്ക് വരുമാനം കിട്ടുന്ന ആസ്തികൾ നമ്മൾ ഉണ്ടാക്കണം. പല ആളുകളും അതിനെക്കുറിച്ച് ചിന്തിക്കുന്നില്ല. നമ്മൾ ആസ്തി എന്ന് പറയുമ്പോൾ നമുക്ക് വീട് അല്ലെങ്കിൽ കാറ് അല്ലെങ്കിൽ ബൈക്ക് അങ്ങനെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ആസ്തി എന്ന് പറയുന്നത്. അതൊക്കെ ആസ്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ നിന്ന് പ്രത്യേക വരുമാനമൊന്നും നമുക്ക് ലഭിക്കുന്നില്ല. നമുക്ക് വരുമാനം ലഭിക്കുന്ന സംഗതികൾക്കാണ് ആസ്തി എന്ന് പറയുന്നത്. നമ്മൾ വരുമാനം
ലഭിക്കുന്ന രീതിയിൽ ഇപ്പോൾ സ്വർണം മേടിച്ചു വെച്ചാൽ നമുക്ക് ലാഭമുണ്ട്. ഇപ്പോൾ സ്വർണത്തിനൊക്കെ എന്തിനാ വില കൂടി അടുത്ത കാലത്ത് 2 വർഷം കൊണ്ട് ഇരട്ടിയോളമായി സ്വർണത്തിൻ്റെ വില. ഓഹരിയിൽ ചിലത് ഓഹരികൾക്ക് വില കൂടിയിട്ടുണ്ട്, ചില ഓഹരികൾക്ക് വില കുറഞ്ഞും പോയിട്ടുണ്ട്. അത് നമ്മൾ ഓഹരി മാർക്കറ്റിൽ അത് നോക്കാൻ അതിന് അറിവുണ്ടെങ്കിൽ മാത്രമേ അതിനകത്ത് നമ്മൾ നിക്ഷേപിക്കാവുള്ളൂ. അല്ലെങ്കിൽ നമുക്ക് മ്യൂച്വൽ ഫണ്ട് ഉണ്ട്, അതിനെക്കുറിച്ച് നമുക്ക് എക്സ്പെർട്ടൈസ് ഇല്ലാത്ത ആളുകൾക്ക് നല്ല വരുമാനം ലഭിക്കുന്ന സ്കീമാണ് മ്യൂച്വൽ ഫണ്ട്. നമുക്ക് ഏത് ബാങ്കിലും നമുക്ക് ചെന്ന് കഴിഞ്ഞാൽ മ്യൂച്വൽ ഫണ്ട് അല്ലെങ്കിൽ SIP എന്ന് പറയും, സിസ്റ്റമാറ്റിക് ഇൻവെസ്റ്റ്മെന്റ് പ്ലാൻ, മന്ത്ലി മാസം തോറും അടയ്ക്കുന്ന ഒരു തുക. ഏറ്റവും ചെറിയ 100 രൂപ വരെ നമുക്ക് SIPയിൽ ചേരാൻ പറ്റും. അപ്പോൾ ഈ രീതിയിൽ നമ്മൾ വെൽത്ത് സ്വത്ത് ഉണ്ടാക്കാനായിട്ടാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. നമ്മുടെ ദാരിദ്ര്യാവസ്ഥയിൽ നിന്ന് മാറി വരണമെങ്കിൽ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ പണം ഇല്ലാത്തത് കൊണ്ടല്ല പല ആളുകളും ദരിദ്രരായിട്ട് കഴിയുന്നത്. അവർക്ക് ആ പണം വിനിയോഗിക്കാനും നിക്ഷേപിക്കാനും അറിയാൻ വയ്യാത്തത് കൊണ്ടാണ്. എൻ്റെ ചെറുപ്പത്തിലൊക്കെ എൻ്റെ കൂടെ ഉണ്ടായിരുന്ന പല ആളുകളും എനിക്കറിയാം നല്ല വരുമാനം ഉണ്ടായിരുന്ന ആളുകളാണ്. അവർ 60 അല്ലെങ്കിൽ 70 വയസ്സായപ്പോൾ അവരുടെ വരുമാനം കുറഞ്ഞു. നല്ല കാലത്ത് നല്ല വരുമാനം ഉണ്ടായിരുന്ന പൈസയൊന്നും കാര്യമായിട്ടൊന്നും വിനിയോഗിച്ചില്ല. അവസാനം അവരുടെ ജീവിത ആരംഭത്തിൽ ഉണ്ടായിരുന്നതിനേക്കാളും വളരെ കഷ്ടം പിടിച്ച ഒരു അവസ്ഥയിലാണ് അവർ മരിക്കാറായ സമയത്ത് അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നത്. അപ്പം അതുകൊണ്ട് നമ്മൾ പണം വെറുതെ ദൂർത്തടിച്ച് കളയാതെ അത് നമ്മുടെ ഭാവിക്ക് വേണ്ടി, നമ്മുടെ സുരക്ഷിതയ്ക്ക് വേണ്ടി വിനിയോഗിക്കാനായിട്ട് നമ്മൾ പഠിക്കണം. വരുമാനമുള്ള ആളുകൾ എനിക്കറിയാം, ധാരാളം ചെറിയ വരുമാനമുള്ള ആളുകൾ സിനിമയ്ക്ക് ഒരുപാട് കാശ് കളയുന്നുണ്ട്. സിനിമയുടെ ഒരു പ്രത്യേകത നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ അടയ്ക്കുന്ന പൈസയാണ് സിനിമാ നടന്മാരുടെ അല്ല സിനിമാ മേഖലയിലുള്ളവരുടെ വരുമാനം. അവരെല്ലാം ഭയങ്കര കോടീശ്വരന്മാരാണ്. ഈ നാട്ടിലെ സാധാരണക്കാരായ ആളുകളുടെ പണം മുഴുവൻ അവരുടെ കയ്യിൽ ചെല്ലുവാണ്. ഈ സിനിമ കണ്ടേച്ചിറങ്ങുന്ന ആൾ അവൻ്റെ ഒന്നുമില്ല, മുടക്കിയ കാശ് തിയേറ്ററിൽ കൊടുത്തു തിരിച്ചു പോകുന്നു. ഒരു സ്വപ്നം പോലെ ഉള്ളൂ. എനിക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അങ്ങനെ ഒരു സ്വപ്നം പോലെ. ഞാൻ സിനിമയ്ക്ക് നോക്കി പണം കളയുന്ന ആളല്ല, സിനിമ കാണാറുമില്ല. അപ്പോൾ നമ്മൾ ജീവിക്കുന്ന സമയത്ത് നമ്മുടെ സാമ്പത്തിക കാര്യങ്ങൾ നമുക്ക് നല്ല അറിവ് വേണം. ഒരുപാട് സാമ്പത്തിക ശാസ്ത്രമൊന്നും പഠിക്കേണ്ട കാര്യമില്ല. നമുക്ക് അന്നുണ്ടാകുന്ന നമ്മുടെ വരുമാനത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക നമ്മൾ ഏതെങ്കിലും തരത്തിൽ മാറ്റിവെച്ച് അതിൽ നിന്ന് ഒരു ആദായം ഉണ്ടാകുന്ന ഒരു രീതി നമ്മൾ ഉണ്ടാക്കി എടുക്കണം. 2 ദിവസം മുമ്പ് ഞാനൊരു വീഡിയോ കണ്ടു. അദ്ദേഹം വലിയ സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്ന ആളല്ല, ബിടെക് കഴിഞ്ഞ് അദ്ദേഹം UK പോയി. അദ്ദേഹം ഇതുപോലെ SIP മ്യൂച്വൽ ഫണ്ട് ചേർന്നു, SIP ചേർന്നു. ആദ്യം 10,000 രൂപയുടെ SIP ചേർന്നു. 2 കൊല്ലം കഴിഞ്ഞപ്പോൾ അത് 30,000 രൂപയുടെ SIP ആയി. വിദേശത്തായിരുന്നുകൊണ്ട് നല്ല പൈസ ഉണ്ടായിരുന്നു. അവസാനം ഇപ്പോൾ 15 വർഷം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിൻ്റെ ആസ്തി 62 കോടിയാണ്. അപ്പോൾ ചെറിയ തുക അദ്ദേഹം കൃത്യമായിട്ട് പ്ലാൻ ചെയ്ത് സമ്പാദിച്ചത് കൊണ്ടാണ് ഇത്ര വലിയ തുക കിട്ടിയത്. ഓരോ ചെറിയ ആളുകൾ അവർക്ക് കിട്ടുന്ന വരുമാനം, ആ വരുമാനത്തിനകത്ത് നിന്നുകൊണ്ട് ഒരു 30% അല്ലെങ്കിൽ 25% മാറ്റിവെക്കാനായിട്ട് പറ്റിക്കഴിഞ്ഞാൽ അവരുടെ ജീവിതം വിജയമായിരിക്കും. ആ രീതിയിൽ നമ്മളിതിനെ കാണണം. മദ്യം കഴിച്ചും ഒക്കെ നമ്മുടെ കയ്യിലിരിക്കുന്ന പണം നാനാ വഴി ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ ഈ പറഞ്ഞ രീതിയിലുള്ള ഒരു സ്വത്തും നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റുകയില്ല. അപ്പോൾ അതിലൊരു ജാഗ്രത വേണം എന്ന് പറയാനാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുടെ മുമ്പാകെ വന്നത്.